നമസ്കാരം. ഇന്ന് ഏഴര ശനിയെക്കുറിച്ചും കണ്ടകശനിയെക്കുറിച്ചും പറയാം. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അതിൻ്റെ 2ാം രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര ശനിയെന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ ഓരോ രാശികളിലും 2.5 വർഷം വീതം 3 രാശികളിലും കൂടി ആകെപ്പാടെ 7.5 വർഷം നിൽക്കുന്നത് കൊണ്ടാണ് ഏഴര ശനിയെന്ന് പേര് വരാനിടയായത്. ഏഴര ശനിക്കാലം പൊതുവെ ഒരാൾക്ക് കഷ്ടകാലമാണെന്ന് പണ്ടുപണ്ടേ പ്രസിദ്ധമാണല്ലോ. ഈ 7.5 വർഷത്തിനിടയ്ക്ക് ശനി 12ൽ നിൽക്കുന്നതായ ആദ്യത്തെ 2.5 വർഷക്കാലത്ത് ജാതകന് രോഗവും അധികം ചിലവും മനസ്സിന് അസ്വാസ്ഥ്യവും സ്ഥാനചലനവും ഉണ്ടാവും. ശനി ജന്മരാശിയിൽ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശരീരശോഭ നശിക്കുകയും കാര്യങ്ങൾക്കൊക്കെ കുഴപ്പവും നാശവും വരികയും കളത്ര ദുരിതങ്ങൾ ഉണ്ടാവുകയും ഒരിക്കലും സ്വസ്ഥത ഇല്ലാതിരിക്കുകയും ചെയ്യും. ശനി ജന്മരാശിയുടെ 2ൽ നിൽക്കുമ്പോൾ സ്വജനങ്ങളുമായി കാരണം കൂടാതെ കലഹിക്കുകയും താൻ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ തോൽവി പറ്റുകയും ധനനാശമുണ്ടാവുകയും ചെയ്യും. ഒരാളുടെ ജീവിതത്തിൽ സാധാരണയായി 3 തവണ ഏഴര ശനി വരാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ തവണ മിക്കവാറും വളരെ കഷ്ടങ്ങൾ അനുഭവിപ്പിക്കും. 2ാമത്തെ തവണ മിക്കവാറും ജാതകന് വലിയ ദോഷം ചെയ്യാതെ തന്നെ ഏഴര ശനി കഴിയും. അതുകൊണ്ട് 2ാമത്തെ ഏഴര ശനി പ്രായേണ നിരുപദ്രവകാരിയാണ്. 3ാമത്തെ ഏഴര ശനിക്കാലത്ത് മരണം സംഭവിക്കുക എന്നത് സാധാരണമാണ്. വളരെ അപൂർവം ആളുകൾ മാത്രമേ 3ാമത്തെ ഏഴര ശനിക്കപ്പുറം ജീവിച്ചിരിക്കുകയുള്ളൂ. ഒരാളുടെ ജാതകത്തിൽ ഗ്രഹനില മുതലായത് അനുസരിച്ച് ഫലം പറയാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് ഏഴര ശനിക്കാലമാണോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ജാതകത്തിലെ ഗ്രഹനിലയും ദശ മുതലായതും അനുസരിച്ച് ഭാഗ്യകാലമാണെങ്കിലും അപ്പോൾ ഏഴര ശനി കൂടി ഉണ്ടെങ്കിൽ തൽക്കാലം ജാതകവശാലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി തന്നെ ഏഴര ശനി സംബന്ധമായ ഫലങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരും. ഇനി കണ്ടകശനിയെക്കുറിച്ച് പറയാം. ചന്ദ്രലഗ്നത്തിൽ നിന്നും 4, 7, 10 ഈ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ഇത് ഏഴര ശനി പോലെ അത്ര കഷ്ടമല്ല. കണ്ടകശനിയുടെ പ്രധാന ഫലം സ്ഥാനചലനവും അലച്ചിലും ഉണ്ടാക്കുകയാണ്. ഇതിൽ 4ാം സ്ഥാനത്തുള്ള കണ്ടകശനിക്കാലത്ത് താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരിടത്ത് പോയി പാർക്കേണ്ടി വരിക പതിവാണ്. ശരീരാസ്വാസ്ഥ്യവും ഇക്കാലത്ത് ഉണ്ടാവുക സാധാരണമാകുന്നു. 7ാം സ്ഥാനത്തുള്ള കണ്ടകശനിക്കാലത്ത് സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിൽ പോകേണ്ടി വരും. 7ാം സ്ഥാനം ചരരാശിയും കൂടിയാണെങ്കിൽ ഈ ഫലം തീർച്ചയായും അനുഭവിക്കും. 10ാം സ്ഥാനത്തിലെ കണ്ടകശനി ഉദ്യോഗ സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ ചലനവും ചിലപ്പോൾ താഴ്ചയും ഉണ്ടാക്കിയേക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.